കഴിഞ്ഞ കുറച്ച് ദിവസമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കേരള തീരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ആഴക്കടൽ ഖനനം. ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഖനനം നടത്തുന്നതിന് കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ കീഴിലാണ് നിഷ്കർഷിച്ചിട്ടുള്ള പാരിസ്ഥിതിക പഠനം നിർബന്ധമാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തീരത്തുനിന്നും ഏകദേശം 50 കിലോമീറ്റർ, ഞാനിപ്പോ ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ഗൗരവത്തെ കുറിച്ച് ഞാൻ പുറകെ വിശദീകരിക്കാം. 50 കിലോമീറ്റർ അകലെയാണ് ഈ ഖനനം നടക്കുന്നത്. എന്നാല് ഇപ്പോഴത്തെ വിഷയം, ഈ ഖനനത്തിനെതിരെ കേരള സംസ്ഥാനത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവുമായി ഇരിക്കുന്ന ഇന്ത്യ മുന്നണി, ഇടത് വലതുപക്ഷം സംയുക്തമായി കേരള നിയമസഭയിൽ ആഴക്കടൽ ഖനനത്തിനെതിരെ മിനിഞ്ഞാന്നൊരു പ്രമേയം പാസാക്കുകയുണ്ടായി. ആ പ്രമേയം മാർച്ച് മാസം 3-ാം തീയതിയാണ് ആ പ്രമേയം പാസാക്കിയത്. ആ പ്രമേയം മൊത്തം ഞാൻ വായിക്കുന്നില്ല, നിങ്ങളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രമേയത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം, 2ാമത്തെ പേജില്, ആഴക്കടൽ ഖനനം കടലിലെ ജലത്തിലെ ചെളി പടരാനും ഇടയാക്കുന്നു. ഇത് മത്സ്യസമ്പത്തിന് കടുത്ത ആഘാതം ഏൽപ്പിക്കും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വകാര്യ മേഖലയ്ക്ക് ആഴക്കടൽ ഖനനം അനുവദിക്കുന്നത് വഴി തന്ത്രപ്രധാനമായ ധാതുക്കൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലെത്തുന്നതിനും രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതിനും ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഇത് കേരള നിയമസഭയുടെ രേഖയിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി വായിച്ച നിയമസഭാ പ്രമേയമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഞങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാതുമണൽ കൊള്ള, അവിടെ മോണോസൈറ്റിൽ നിന്ന് ഉത്പാദിക്കപ്പെടുന്ന തോറിയവും കഴിഞ്ഞ 10-12 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് കൊള്ള ചെയ്യപ്പെടുന്നു. ഇത് ആഴക്കടലിന്റെ ഖനനമായപ്പോ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ നിമിഷം വരെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന, വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയുള്ള കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു അനധികൃത ഖനനം വഴി കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഖനനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ചു. ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആ റിട്ട് സമർപ്പിച്ചത്. ആ റിട്ടിൽ കൃത്യമായി തന്നെ ഇത് നിയന്ത്രിക്കേണ്ടതാണെന്നും നിരോധിക്കേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടക്കുന്നത് അനധികൃത ഖനനമാണെന്നും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ രേഖകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേരള ഹൈക്കോടതി എന്റെ കേസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിലൊരു ഡയറക്ഷൻ സംസ്ഥാന സർക്കാരിന് അത് സംബന്ധിച്ചൊരു ഡയറക്ഷൻ നൽകി. ആ ഡയറക്ഷനില് ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഠിച്ച് ഇതിന്മേൽ തീരുമാനം അറിയിക്കാൻ 10-ാം മാസം ഈ ഓർഡർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ. അപ്പോഴൊന്നും ഇത്രയും വിലപ്പെട്ട ധാതുമണൽ ഇവിടെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിവിടെ പറയാനുള്ളത്, ഈ പ്രമേയം തന്നെ ഇപ്പോൾ കേരള തീരത്ത് തീരദേശ മേഖലയിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം കൊണ്ടുവരാൻ, ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്ന് വലിയ പ്രചരണം നടത്തി തീരദേശ മേഖലയിൽ അവർ ഹർത്താൽ നടത്തുകയും സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലക്ഷ്യം തീരദേശ മേഖലയുടെ സംരക്ഷണമല്ല.
യഥാർത്ഥത്തിൽ ലക്ഷ്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാതുമണൽ കൊള്ള പുറംലോകം അറിയരുത്. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ധാതുമണൽ ഖനനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 2019 5-ാം മാസത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറിന്റെ മറവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സ്റ്റിൽ ഇന്നും കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മത്സ്യസമ്പത്തിനെ കുറിച്ച് ആകുലപ്പെടുന്ന മുഖ്യമന്ത്രി കൊല്ലം മുതൽ, കൃത്യമായി പറഞ്ഞാൽ കൊല്ലത്ത് വലിയഴിക്കൽ മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശത്ത് ഈ കരിമണൽ ഖനനം വഴി വന്നിട്ടുള്ള പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് ഒരക്ഷരം ഇടുന്നില്ല. അതായത് ഈ ഒറ്റ പഞ്ചായത്ത് മാത്രം, ആലപ്പാട് പഞ്ചായത്ത് മാത്രം, ആ പഞ്ചായത്ത് 908 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ആ പഞ്ചായത്ത് ഉണ്ടായത്. ഇന്ന് ആ പഞ്ചായത്ത് 82 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. ബാക്കി മുഴുവൻ കടലെടുത്ത് പോയി. 82 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പഞ്ചായത്ത്. പൊന്മന പഞ്ചായത്ത് 600 വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ആകെയുള്ളത് 2 വീടും ഒരു അമ്പലമാണ്. അവിടെ ഒന്നും മുഖ്യമന്ത്രിക്ക് പരിസ്ഥിതിയെ കുറിച്ചോ അല്ലെങ്കിൽ ഖനനം വഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചോ മുഖ്യമന്ത്രിക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ആഴക്കടൽ ഖനനത്തിനെതിരെയുള്ള ഈ നിലപാട് തീരദേശ ജനതയുടെ കണ്ണിൽ പൊടിയിടുവാനും ഇവിടെ സുഗമമായി മാസപ്പടി തുടരുവാനും വേണ്ടിയാണ്. എന്റെ നിലപാടതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, മാസപ്പടിയിൽ ഇടത് വലത് മുന്നണികൾ അതിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് പൈസ മേടിച്ചതെന്നുള്ളത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല, PV മാത്രമല്ല, OC ഉണ്ട്, RC ഉണ്ട്, ഐക്യുണ്ട്, അതുപോലെ KK ഉണ്ട്. അപ്പോ ഇവർ ഇത്തരത്തിലുള്ള പ്രമേയം പാസാക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 100% ആഴക്കടൽ ഖനനത്തിന് ശേഷം തീർച്ചയായും കേരള തീരത്തുള്ള അനധികൃത ഖനനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് ഔദ്യോഗികമായി പാരിസ്ഥിതിക അനുമതിയോടുകൂടി നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ CMRL ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കേരള തീരത്ത് ഒരു 15 കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയില്ലാതാവും. ആ കൊള്ളയില്ലാതായാൽ ഇവരുടെയൊക്കെ കൈകളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ, 1-2 കോടിയൊന്നുമല്ല, കോടാനുകോടി രൂപ. ഞാൻ SFIO എന്റെ കേസുമായി, ഞാൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് SFIO ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് 2ാമത്തെ പേജിൽ. Upon receipt of a complaint alleging corruption, money laundering and terror sympathizing etc. inquiry under section 206 of the Companies Act 2013 was ordered by the Registrar of Companies against Companies Bangalore to inquire into the affairs of Exalogic Private Limited. അതായത് ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ, എക്സാലോജിക്കിന് ഇതുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷണ പരിധിയിലുണ്ട് എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിൽ ബോധ്യപ്പെടും. നിങ്ങൾക്കെല്ലാം കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ ആരും ഇത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം. ഈ ഒരൊറ്റ ഓർഡർ 31/5/2019 ഈ ഒരൊറ്റ ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുമ്പിൽ മണലടിഞ്ഞു കിടന്നാൽ കുട്ടനാട്ടിലെ പ്രളയത്തിന് കാരണമാകുമെന്നുള്ള ഒറ്റ ഓർഡറിന്റെ മറവിൽ ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപയുടെ മണല് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 50,000 കോടി, ചെറുതാണ് ഞാൻ പറഞ്ഞത്, 50,000 കോടി രൂപയുടെ മണല് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തോട്ടപ്പള്ളിക്ക് മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് കേരള തീരത്തെ സംരക്ഷിക്കണം,
കേരള തീരത്തെ പരിസ്ഥിതി ആഘാത പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് പറയാം. ഏറ്റവും കുറഞ്ഞത് ഈ ധാതുവെള്ളം കലർന്നു കൊണ്ട് മാത്രം നശിച്ച പഞ്ചായത്തുണ്ട്. ആലപ്പാട്, പൊന്മന, ആറാട്ടുപുഴ, പുറക്കോട്, തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ, പുന്നപ്ര. ഈ പഞ്ചായത്തുകളിൽ നിങ്ങളൊന്ന് പോകണം. പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസും കഴിഞ്ഞ 10-12 വർഷക്കാലം കൊണ്ട് ഈ കരിമണൽ മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ നാട് എങ്ങനെ നശിപ്പിച്ചു എന്ന് കാണണമെങ്കിൽ ഈ പഞ്ചായത്തിൽ നിങ്ങളൊന്ന് പോയാൽ മതി. ഇനി വേറൊരു കാര്യം, വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നൊരു കാര്യം, തോട്ടപ്പള്ളിയിലെ ഒരു ഹാർബറുണ്ട്. ആ ഹാർബറില് സിംഗിൾ പാനൽ മൈനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് അവിടെ മൈനിങ് നടക്കുന്നത്. ഈ തോട്ടപ്പള്ളി ഹാർബറില് വടക്കോട്ടാണ് ഇതിന്റെ പൊസിഷൻ അലൈൻ ചെയ്തിരിക്കുന്നത്. വടക്കോട്ട് വെച്ചാലുള്ള പ്രശ്നം, അവിടെ നിന്നും മണല് കൃത്യമായിട്ട് ഹാർബറിലായി. ഇതിന്റെ ഒഴുക്ക് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഹാർബറിൽ അടിയുന്ന മണല് എടുത്തു മാറ്റാതെ ബോട്ട് എടുക്കില്ല. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എടുത്തു മാറ്റാതെ ബോട്ട് എടുപ്പിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കും. ആ കെയറോഫിൽ ഇവര് ഈ മണൽ എടുത്തു മാറ്റുവാൻ വേണ്ടി ഖനനം നടത്തും. ഈ ഖനനത്തിന് ആർക്കും പ്രതിഷേധമില്ല അവിടെ. കാരണം ബോട്ട് അടുപ്പിക്കണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെ അവർ ചെയ്യുന്ന ഖനനം ഈ സിംഗിൾ പാനൽ മൈനിങ് ചെയ്യുമ്പോൾ കിണറാണ് സൃഷ്ടിക്കുന്നത്. ഒരു കിണറിലേക്ക് അവിടെ ഇവിടെ ആ ട്രഡ്ജിങ് എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. ആ ട്രഡ്ജിലേക്ക് എത്ര മണൽ എടുത്തു മാറ്റി അത്ര മണൽ പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കും. ആ സമീപ പ്രദേശമുള്ള മുഴുവൻ കരിമണലും ആ പോയിന്റിലേക്ക് എത്തും. ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നിർത്തലാക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് വലിയ ഭയമാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മൈനിങ് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ കേരള തീരത്തെ ധാതുമണൽ ഖനനം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് ഇപ്പോൾ നടത്തുന്ന പോലെ ഒരു പാരിസ്ഥിതിക അനുമതിയോടുകൂടി പാരിസ്ഥിതിക പഠനങ്ങൾക്ക് ശേഷം ഇത് നടത്തിയാൽ ഈ കമ്പനികളെല്ലാം കൂട്ടിപ്പോവും. കേരളത്തിലെ പ്രമുഖരായ ഇടത് വലത് നേതാക്കന്മാർക്ക് മാസപ്പിടി കിട്ടതാണ്. അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പ്രമേയവും അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തുന്ന രാഷ്ട്രീയ നീക്കവുമാണ് ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധത്തിനെതിരെ നടക്കുന്നത്. ഒരു കാര്യം തീർത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ 52 കിലോമീറ്റർ അപ്പുറം ഒന്ന് ചിന്തിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സ്യസമ്പത്തിനോ പരിസ്ഥിതിക്കോ ദോഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും ഇത് നടത്തില്ല. പാരിസ്ഥിതിക അനുമതി വേണം. ഇപ്പൊ ഇന്നലെ ഒരു ആരോപണമായിട്ട് പറയുന്നുണ്ട് എടുക്കുന്ന കമ്പനിയാണ് പാരിസ്ഥിതിക അനുമതി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ സൂചിപ്പിച്ചു ഈ ടെൻഡർ എടുക്കുന്ന കമ്പനിക്കാണ് പാരിസ്ഥിതിക അനുമതി പഠനം നടത്താനുള്ള അനുമതി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അത് സർക്കാരിന്റെ എംപാനൽ ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പാണ്. പിന്നെ അവിടെ മണലുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രി സ്വപ്നം കണ്ടതൊന്നുമല്ല. അവിടെ പഠനത്തിന് ശേഷം തന്നെയാണ് ആ ഇത്ര ടൺ മണൽ അവിടെ ഉണ്ടെന്നും അത് മാറ്റി മാറ്റാൻ കഴിയുമെന്നും പഠനങ്ങൾക്ക് ശേഷം തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും സ്വപ്നം കണ്ടതല്ല അവിടെ മണലുണ്ടായതാണ്. അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു ഖനനത്തെ ഇവർക്ക് തീരദേശത്ത് നടത്തുന്ന കൊള്ള പുറത്തു വരും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതിനെ എതിർക്കുന്നതും. മാത്രമല്ല മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഈ നിമിഷം വരെയും കേരള സർക്കാർ ഇതുവഴി ഏതെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡിയും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതിനകത്ത് ഈ പ്രമേയം നിങ്ങളൊന്ന് വായിക്കാൻ മനസ്സിലാവും. വിദഗ്ധർ പറഞ്ഞു. ഏത് വിദഗ്ധർ പറഞ്ഞു? കരിമണൽ കർത്ത പറഞ്ഞതാണ്. ഈ വിദഗ്ധർ എന്ന് പറയുന്ന കരിമണൽ കർത്ത CM-മാരുടെ നേതാക്കന്മാരാരും അറിഞ്ഞാണ് ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞതല്ലാതെ വിദഗ്ധർ ഉണ്ട്. പാരിസ്ഥിതിക പ്രശ്നമുണ്ടാവുമെന്ന് വിദഗ്ധർ പറയുന്നു. കടജീവന വംശനാശം കടൽ നിന്നുള്ള കാർബൺ ബഹിഷ്കരണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഏത് വിദഗ്ധർ? ആ സ്റ്റഡി ഞങ്ങളുടെ മുമ്പ് വെക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടി നാടിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ നാട് ലാഭത്തുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ ആ
പഠനം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വെക്ക്, നമ്മൾ അംഗീകരിക്കാം. വിദഗ്ധർ പറഞ്ഞു എന്ന് പറഞ്ഞ് കർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിക്കൊന്നും കൂട്ടു നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കിട്ടില്ല. ഈ നാടിന് ആപത്തുണ്ടാകുന്ന ഏത് വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഈ നാടിന് ആപത്തുണ്ടാകുന്ന ഒരു കാര്യത്തിനും കൂട്ടു